എൻ്റെ പേര് ഇങ്ങനെ എനിക്ക് 21 വളർന്ന ഒരു ചേട്ടനുണ്ട്. പിന്നെ അമ്മാവനുണ്ട്, പപ്പയുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും തരണം, അനുഗ്രഹിക്കട്ടെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നല്ലൊരു സാക്ഷിയായി ക്രൈസ്റ്റ് പ്ലസസ് ചാനലിലൂടെ ദൈവത്തിൻ്റെ നല്ലൊരു സാക്ഷിയായി നിൽക്കുവാൻ പൈതലിനെ എന്നെയും ദൈവം ഒരുക്കിയതിനായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനേക വിഷയങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയത്. ഇപ്പോഴും പല പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അവങ്ങൾ നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മകൻ ലജ്ജിക്കത്തില്ല എന്ന് തിരുവചനം പറയും പോലെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച അന്ന് മുതൽ ഇന്നേ വരെയും ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം നടത്തുന്നതല്ലാതെ വേറൊന്നും എനിക്ക് ഈ ചാനലിൻ്റെ മുമ്പിൽ പറയാനില്ല. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം മുളങ്കാട് ക്ഷേത്രം കുടുംബമൊക്കെ ആയിട്ടാണ് എൻ്റെ ജനനം തുടങ്ങിയത്. അവിടം തൊട്ട് അനേക അമ്പലങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ഇതിലെല്ലാം എൻ്റെ ജീവിതത്തിൽ പല നേടാൻ വേണ്ടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് ഈ സമാധാനവും സന്തോഷവും കിട്ടിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്നെ വിവാഹത്തിൽ എഴുവോൺ ദേശത്ത് എന്നെ കൊണ്ടുവന്നു. അവിടെ ആ ദേശത്ത് കൊണ്ടുവന്നും അവിടെയും പല പീഡകൾ ഞാൻ അനുഭവിച്ചു. കൊണ്ടുവന്ന ഭവനത്തിൽ അവിടെ മുറ്റത്തമ്പലവും പല പൂജകളും കാര്യങ്ങളും ഉള്ളിടത്തൊക്കെ എന്നെ കൊണ്ടുവന്നത്. എൻ്റെ മൂത്ത പൈതൻ്റെ കാലത്ത് ഞാൻ ആ ഭവനത്തിൽ നിന്നും മാറി നിന്ന് എനിക്ക് 4 കുഞ്ഞമ്മമാർ അവരുടെ കൂടെ താമസിക്കേണ്ട സാഹചര്യം വന്ന്. എനിക്ക് അമ്മയുണ്ട്, എനിക്ക് സഹോദരങ്ങളോ അച്ഛനോ മറ്റാരും എനിക്ക് ഇല്ല. എനിക്കുണ്ടെന്ന് പറയാൻ 4 കുഞ്ഞമ്മമാരാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര നമ്മൾ വർണ്ണിച്ചാലും നമുക്കത് പറഞ്ഞ് തീരാൻ പറ്റാത്ത തരത്തിലാണ് എന്നെ ദൈവം ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ച് എഴുവോൺ ദേശത്ത് വന്ന് അവിടുന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. മൂത്ത പൈതലിനെയും കൊണ്ട് പല വീടുകളിലും കയറി ഇറങ്ങി പലയിടത്തും കിടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെയാണ് ക്രിസ്ത്യൻ്റെ കാര്യത്തിലോട്ട് കടന്നു വന്നത്. ക്രിസ്ത്യൻ കടന്നു വന്ന കാലം മുതൽ ഏതെല്ലാം അമ്പലങ്ങളിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യനെ കൊണ്ടുപോകാൻ പ്രസവിച്ച് 6 മാസമായപ്പോൾ ക്രിസ്ത്യൻ്റെ തല വളരാൻ തുടങ്ങി. തല വലുതായി വന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഭർത്താവ് കൂലി വേലക്കാരനാണ്, കെട്ടിടത്തിൻ്റെ പണിക്കൊക്കെ പോവുക, സാമ്പത്തികമില്ല, ഞങ്ങൾക്ക് വീടില്ല, മറ്റൊരു അവകാശം പറയാനോ സ്വത്തോ സമ്പത്തോ ഒന്നും പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല, ഒന്നുമില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ പല വീടുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി. അവസാനം പല അമ്പലങ്ങൾ കയറി ഇറങ്ങി. അവിടെ പോയി കിട്ടും, അവിടെയും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ അമ്പലത്തങ്കാല ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചപ്പോൾ കുണ്ട്രയേജിന്ന് ദേവദാസന്മാർ വന്ന് സത്യവചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അതിൽ കൂടെ ഞങ്ങൾ ആ ചർച്ചിൽ വരുവാനും ഞങ്ങൾ സ്നാനപ്പെടുവാനും ദൈവത്തിനോട് കൂടുതൽ ചേരുവാനും എന്നെയും എൻ്റെ 2 മക്കളെ, എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിനെയും ദൈവം ഒരുക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങൾ വിശ്വസ്ത സാക്ഷിയായി ഞങ്ങൾ നിൽക്കുന്ന എൻ്റെ മോനിലൂടെ ഞങ്ങൾ ഒരുപാട് ഭാരങ്ങൾ അനുഭവം. എല്ലാവരും വിധി എഴുതി അവൻ 3 വയസ്സ് 4 വയസ്സോ ആകുമ്പോൾ മരണം അവനെ തട്ടിയെടുക്കുമെന്ന്. ഇല്ല, അവനെ തട്ടിയെടുത്തില്ല. അവൻ ഓരോ ദിവസവും ചെല്ലും തോറും അവൻ ചുറുചുറുക്കോടെ അവൻ ആരോഗ്യവാനായി കടന്നു വന്ന പല വീഴ്ച എൻ്റെ മോന് വീഴ്ചറിയുന്ന സംഭവിച്ച് ഞങ്ങൾക്ക് കാശില്ല. ഞങ്ങൾ ഒരുപാട് പലിശയ്ക്ക് ഇന്നും ഞങ്ങൾ അത് കൊടുക്കാനും ലക്ഷങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ ഇന്ന് കടവ് നിൽക്കുന്നെങ്കിലും ഞങ്ങൾക്ക് വീട് ദാനമായി തന്നൊരു ദൈവദാസൻ ഞങ്ങൾക്ക് പലതും ദാനമായി തന്നതല്ലാതെ ഈ ഭൂമി ഞങ്ങൾക്ക് പോഴുവാനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കടം നിൽപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കടം ദൈവം മാറ്റുമെന്നുള്ള വിശ്വാസം ഇന്ന് ഞങ്ങൾക്കുണ്ട്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ദുഃഖം ചെന്ന് പറയുമ്പോൾ അമ്മമ്മയ്ക്ക് ഇത് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് അമ്മമ്മയ്ക്ക് ഇതൊക്കെ ഉള്ളൂ എന്ന് മനുഷ്യൻ ചോദിക്കും. പക്ഷേ ദൈവമോ ചോദിക്കത്തില്ല. നിൻ്റെ സകല ബുദ്ധിമുട്ടുകളും എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുള്ളൂ, അവൻ നിന്നെ പുലർത്തുമെന്ന് തിരുവചനം പറയും പോലെ ദൈവസന്നിധി സകലവും നമ്മൾ വിട്ട് വിശ്വസ്തയോടെ നിൽക്കണം. നമ്മൾ പരിപൂർണരല്ല എങ്കിലും ദൈവസന്നിധി കഷ്ടമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. തിരുവചനപ്രകാരം ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇരമ്യാവിനോട് കുശവൻ്റെ ഭവനത്തിൽ ചെല്ലാൻ പറയുന്നുണ്ട്. പക്ഷേ ആ കുശവൻ്റെ
ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ മണ്ണ് ആ കുശവന് രൂപാന്തരമായി എടുക്കുവാൻ കർത്താവ് ഇരമ്യാവിനോട് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ കുശവൻ എടുക്കുന്നത് ആ പല രൂപത്തിലാണ്. അത് നല്ലൊരു പാത്രമാക്കി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയിലാണ്. നമ്മുടെ ബുദ്ധിയിൽ ഒന്നും ഈ ഭൂമിയിൽ നമുക്ക് നടക്കത്തില്ല. മനുഷ്യൻ വിചാരിക്കും കുറേ കാശുണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്ന്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് രുചിച്ചറിഞ്ഞവളാണ് യേശു കർത്താവിനെ. പക്ഷേ ഇന്ന് അനേക രാജ്യങ്ങളിൽ ദൈവമക്കൾക്ക് ഒരുപാട് പീഡകൾ ഏൽക്കുന്നു, കഷ്ടങ്ങൾ ഒരുപാട് പേരെ വെട്ടിക്കൊല്ലുന്നു, കൊല ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാ ചെന്ന് പറയുന്നു നിങ്ങൾ രക്ഷപ്പെടും, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും കഞ്ചാവിൽ നിന്നും എല്ലാത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമമെടുത്ത് രക്ഷിക്കപ്പെടുക ചെയ്യുന്നത്. അവരെ നാശത്തിൽ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു അമ്പലത്തിൽ പോയാൽ നമ്മുടെ കൂടെ എല്ലാവരും അന്നേരത്തേക്കൊന്ന് കാണും. പക്ഷേ നമ്മളൊരു ചർച്ചിൽ പോയാൽ നമ്മുടെ ഒരു വേദന വരുമ്പം ഒരു ദൈവദാസനെ വിളിച്ചിട്ട് പറയാം പാസ്റ്ററേ ഇന്ന കണക്ക്, ഉടനെ തന്നെ രാത്രി എന്നില്ല പകലെന്നില്ല മഴയെന്നില്ല വെയിലെന്നില്ല ആ ദൈവദാസനും കുടുംബം ഉടനെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ ചർച്ചിലെ ദൈവമക്കൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അവർ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ AG ചർച്ചിൽ അവർ ഞങ്ങൾക്ക് മുൻകൈയിട്ട് നിന്ന ഓരോരോ കാര്യങ്ങൾക്ക് സ്ഥലം മേടിക്കുന്നതിനും വീട് വെക്കാനുള്ളതിലും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എല്ലാ കാര്യത്തിലും അവരാണ് നമുക്ക് മുൻകൈയെടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നത്. പക്ഷേ നമ്മൾ യേശു കർത്താവിനെ അറിയാൻ പറ്റുന്നില്ല, കാരണം അറിയുന്നില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, പക്ഷെ അറിയേണ്ട രീതി രുചിച്ചറിയണം, അവനോട് പറ്റിച്ചേരണം. യേശു ക്രിസ്തു ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭവനങ്ങൾ തൊട്ട് രാജ്യം തൊട്ട് ദേശം തൊട്ട് ഒരു ഭരണാധികാരിയുടെ അടുത്ത് തന്നെ സ്നേഹം അനുഭവിക്കാൻ ഇന്നില്ല. ഇന്ന് മാതാപിതാക്കളായ അവരവരെ സുഖമാണ് നോക്കുന്നത്. ഇനി ഞാൻ ഒരുപാട് വീടുകളിൽ സാക്ഷ്യം പറയാൻ പോകുന്നതാണ്. എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ അറിയാം. എൻ്റെ ക്രിസ്ത്യൻ ഇന്ന് 21 വയസ്സുണ്ട്. ഡിസംബർ 10 22 വയസ്സിലോട്ട് കാല് വെക്കുക. ഇതിന് മൂത്ത ആൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. ഒരു കാര്യവും അതിൻ്റേതായിട്ടില്ല. ഇന്ന് കുഞ്ഞും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബം. പക്ഷേ ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷിക്കാനൊരു വകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേരും ദൈവത്തെ ആരാധിക്കുന്നു. ഇനി ക്രിസ്ത്യനെ സ്ഥാനപ്പെടുത്തണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എൻ്റെ കുഞ്ഞിനെ ഒന്ന് നടത്തണം. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തികം അന്ന് തൊട്ടേ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായിട്ട് പല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മോനെ തടവിച്ച് പല രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കി. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് സാമ്പത്തികം പെൻഡിങ് ആയി നിന്ന്. ഇന്ന് ഞങ്ങൾ ലക്ഷങ്ങളുടെ മധ്യത്തിൽ കടത്തി നിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും ഓർമ്മ വരുന്നില്ല. അത് ഞാൻ പലയിടത്തും പറയുമ്പോൾ അമ്മമ്മ എങ്ങനെ ഇതൊക്കെ ധൈര്യം ചെയ്ത് നിൽക്കുന്നു എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കത് അറിയത്തില്ല, എന്താ അങ്ങനെ ഒരു സംഭവം എനിക്ക് വരുന്നതെന്ന് അറിയത്തില്ല. ഞാനും പല അലർജി രോഗങ്ങളായി ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യോവിനെ പോലെ ചൊറിഞ്ഞും പൊട്ടിയും ഒക്കെ വാരിയാണ് ഞാൻ നിൽക്കുന്നത്. വെള്ളം തൊടുമ്പം ജീവൻ പോകുന്ന കണക്കാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും എൻ്റെ കുഞ്ഞിനെ അവൻ്റെ കാര്യാദികൾ നോക്കുവാനും ഒക്കെ ദൈവം യേശുക്രിസ്തുവാണ് നമ്മളെ അതിൽ നടത്തുന്ന. ആ ഒരു ബലമാണ്, ആ ഒരു ശക്തിയാണ് നമ്മെ നടത്തുന്നത്. എനിക്കത് ധൈര്യമായിട്ട് പറയാനുള്ള കഴിവുണ്ട്. കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ കുഞ്ഞൊന്ന് ചർച്ചി വെച്ചൊന്ന് വീണ് അവന് ശവം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയത്. ആലയത്തിൽ തലതല്ലി കരഞ്ഞ കർത്താവേ, എൻ്റെ മോൻ്റെ ജീവൻ ഇവിടെ വെച്ച് പോയാൽ ഞങ്ങൾ വന്നത് പാഴായി പോകുമല്ലോ കർത്താവേ, അവനൊരു വാക്തത്വമുള്ള കുഞ്ഞല്ലേ കർത്താവേ എന്നൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു തന്ന് ആ രാത്രി മൊത്തം എൻ്റെ കുഞ്ഞിന് ജീവൻ കിട്ടിയില്ല. അടുത്ത പ്രഭാതത്തിലായപ്പോഴാണ് എൻ്റെ കുഞ്ഞ് കണ്ണു തുറന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ വന്നപ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ നാമം കേട്ടാണ് അവൻ്റെ സ്വബോധം അവന് തിരിച്ചു കിട്ടിയത്. അല്ല, ഡോക്ടർ വിധി എഴുതി ഇപ്പോഴെങ്ങും അവൻ സംസാരിക്കത്തില്ലെന്ന്. പക്ഷേ അവൻ കർത്താവിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴേ അവൻ സംസാരിക്കാനും അവൻ ചെറുതായിട്ട് മൂളാനും തുടങ്ങി. ഇന്ന് ഈ ചാനലുകാർ വന്നപ്പോഴും അവരോടും അങ്ങളെ എന്തെല്ലാം വിശേഷമുണ്ടെന്ന് പൈതൽ ചോദിച്ച് ഇന്നും അവൻ എൻ്റെ കൂടെ നിൽക്കുന്നു. ഇതൊക്കെ അവന് ഭയങ്കര ഒരു സന്തോഷം. അനേക സ്ഥലങ്ങളിൽ എനിക്ക് പോകണമ്മ, അനേകടത്ത് നമുക്ക് പോകണമെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയും. അതിനുള്ള വഴി നമുക്കില്ല. ഇരിക്കുന്ന വീൽ ചെയർ പലക വെച്ച് കെട്ടിയ മോനെ ഞാൻ ഇരുത്തിയിരിക്കുന്നത്, മേടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം വീഴ്ചയിൽ കൈക്കും കാലിനും ഒക്കെ ചെറിയ ഒരു അപാകത പറ്റിയിരിക്കുക. അതിലും ഒന്ന് കൊണ്ടുപോയി വൈദ്യനെ തടവണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2000 രൂപ, വലിയവർക്ക് 3000 രൂപ. അത് കൊല്ലത്ത് കൊണ്ടുപോയി നമ്മൾ ദിവസം കൊണ്ടുപോയി
തടവിച്ച് നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അതിന് അവനൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ അതിനുള്ള വഴി നമുക്കില്ല. കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പറയും പോലെ എല്ലാം ഞാൻ വചനം എടുത്ത് പെട്ടെന്ന് കയറി എനിക്ക് വചനം വരും. അസ്ഥിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടന്നതുപോലെ സ്കെയിലിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പ്രവചിച്ച് പറയാമെന്ന്. കർത്താവ് വലിയ കാര്യങ്ങളാണ് അവൻ്റെ ഭക്തന്മാരോട് പറഞ്ഞേക്കാം. അതുപോലെ ദൂതന്മാരെ നമ്മുടെ വീട്ടിൽ അയക്കുക ചെയ്യുന്നത്. ഈ വീട് തന്നെ ഞങ്ങൾക്ക് ദാനം കിട്ടി. ഞങ്ങൾക്ക് പോഴുവാനൊന്നുമില്ല, വർണ്ണിക്കുവാനൊന്നുമില്ല. ഞങ്ങൾക്കിങ്ങനെ ഒരു വീട് വെച്ച് താമസിച്ച് ഇതിൽ പാർക്കാനുള്ള യോഗ്യതയില്ല. എൻ്റെ ഭർത്താവിന് ഭാരിച്ച സമ്പത്തുള്ള ഒരു വീട്ടുകാരനല്ല, ദാരിദ്ര്യനായ ഒരു കുടുംബമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഞാൻ ഉൾപ്പെടുന്ന വീട്ടുകാർ. എനിക്ക് എൻ്റെ അമ്മയ്ക്കെന്ന് പറയാൻ ബന്ധുക്കളെന്ന് പറയുന്നവരോ ഇപ്പം വിശ്വാസത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ പോയില്ലേ, നിങ്ങളുടെ പള്ളിക്കാർ നിങ്ങൾക്ക് നടത്തത്തില്ലയോ, എന്തെങ്കിലും പറയുമ്പോൾ ഓമനെ നിങ്ങൾക്ക് അമ്മാമ്മയെ പള്ളിക്കാരില്ലയോ. എൻ്റെ പേര് ഓമന ശശിന, എൻ്റെ മോൻ്റെ പേര് ക്രിസ്ത്യൻകിരൻ, മൂത്ത മോൻ്റെ പേര് ശ്രീജിത്ത് ശശി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ശശിധരൻ, എൻ്റെ അമ്മയുടെ പേര് ആനന്ദവല്ലീന. ഞങ്ങൾ പേരൊന്നും മാറ്റിയിട്ടില്ല. എല്ലാവരും ചോദിക്കും, അമ്മാമ്മ ഇങ്ങനെയൊക്കെ പേര് നിങ്ങൾ മതം മാറുന്നതല്ല യേശു ക്രിസ്തു, സമാധാനം തരുന്നതാണ്. എല്ലാവരും പറയും മതം മാറ്റുകയെന്ന്. ഒരിക്കലുമല്ല. ഞാൻ തർക്കിച്ച ഒരാളാണ്. ചുമ്മാ ബെന്തിക്കോസുകാർ വന്ന് കയ്യും കൊട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ കമ്മലുമാരെയും പിച്ച് ഊരിയിട്ട് നമ്മളെ യേശു ക്രിസ്തുവിലോട്ട് ഇല്ല, അങ്ങനല്ല, ഒരിക്കലുമില്ല. നമ്മളെ സമാധാനം കിട്ടണമെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ അടുത്ത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഞാൻ അമ്പലത്തിൽ പോയതിൻ്റെ ചരിത്രം എനിക്കറിയാം. രാവിലെ തൊട്ട് ഞാൻ പല അമ്പലങ്ങളിൽ കയറി, ചൊവ്വ വെള്ളി അങ്ങനെ പല അമ്പലങ്ങളിൽ, പക്ഷേ സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇത്രയും സമാധാനം. എങ്കിൽ എനിക്ക് എൻ്റെ മോൻ്റെ ഈ ഭാരത്തിൽ എനിക്ക് ഭാരപ്പെട്ട് എനിക്ക് കിടക്കാം ഇല്ല. എനിക്കൊരു പ്രത്യാശയുണ്ട്, എൻ്റെ ദൈവം വലിയവനാണ്. കാരണം 10-20 വർഷമായി ഞാൻ ഈ കർത്താവിൻ്റെ വഴി വന്നിട്ട് ദൈവം എനിക്ക് ദർശനം തന്ന അനേക ഭവനങ്ങളിൽ ഞാൻ പോയി. എനിക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. വലിയവർ പണം ഉണ്ടായിട്ട് പറയും, ഓ നിങ്ങൾ അങ്ങോട്ട് മാറി. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴും അന്ന് ശിഷ്യന്മാർ പറയും, നിങ്ങളങ്ങോട്ട് മാറുന്നില്ലേ എന്ന് പറയും. പക്ഷേ ഇന്നും ആ സമൂഹങ്ങളാണ് ഇന്നും വന്നത്. പക്ഷേ ഓമന അന്നും ഇന്നും പറയത്തില്ല ആരും മാറി നിൽക്കാം. യേശുവിങ്കിലേക്ക് ഓമന അടുപ്പിക്കത്തതേ ഉള്ളൂ. പറയും, നിങ്ങൾ കർത്താവിനെ അറിയണം. ഒരാളെ വഴി കണ്ടേ നിങ്ങൾ കർത്താവിനെ അറിയാം മാമേ, സമാധാനം നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. എൻ്റെ ക്രിസ്ത്യാനെ ഇത്രത്തോളം കൊണ്ടുവന്ന് തല ഞെങ്ങുമായിരുന്നു, തലയോട്ടി ഞെങ്ങുമായിരുന്നു, ഓറഞ്ചിൻ്റെ കണക്കായിരുന്നു ഞെങ്ങുന്നത്. എല്ലാവരും വിധി എഴുതി, അമ്മാമ്മേ പിന്നെ ഈ കൊച്ചിൻ്റെ രീതികളൊക്കെ ഭയങ്കര അത്ഭുതമാണെന്ന് ഇപ്പം ആളുകൾ പറയും. അന്ന് എൻ്റെ വീട്ടിലെ ബന്ധുക്കൾ പറഞ്ഞ് മരിച്ചു പോത്തതേ ഉള്ളു, നീ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പള്ളിയിലും ബന്ധുക്കോസ് ചർച്ചിലും ഒക്കെ കൊണ്ടുനട. ഞാൻ അന്ന് വിലയിരുത്തി, ഇല്ല, എൻ്റെ ദൈവം ഞങ്ങളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അവന് നല്ല വിടുതൽ. ഇത്രയും ആരോഗ്യമായിട്ട് ഇന്ന് ഇച്ചിരി നൂന്നെങ്കിലും ഇരിക്കുന്നുണ്ട്. മറ്റേത് ഞങ്ങൾ തല നൂത്ത് വെക്കണം, നൂത്ത് വെച്ചെങ്കിലേ നൂന്നിരിക്കത്തോളും. ഇപ്പം തല ചായച്ച് തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ടും ആക്കാറുണ്ട് എൻ്റെ കുഞ്ഞ്. ഇതൊന്നും നമ്മുടെ കഴിവല്ല. എത്രയോ ലക്ഷങ്ങൾ വാരി ഐസിയു കിടക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്, ലക്ഷങ്ങളാ വാരി. ഒരു പിച്ചക്കാരൻ അടുത്ത് വന്നാൽ 100 രൂപ നല്ല സന്തോഷത്തോടെ കൊടുക്കാത്തവർ എത്രയോ പേരുണ്ട്. അവർ കൊണ്ടുവന്ന് കെട്ടുകണക്കിന് ബാങ്കിലിടുന്നത് നോക്കി നിൽക്കുന്ന മോൻ്റെ പെൻഷനൊക്കെ മേടിക്കാനൊക്കെ ചെന്ന് നിൽക്കുമ്പം എത്രയോ ആളുകൾ കൊണ്ടിട്ട് അത് വെറും പാഴായി പോകുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിമാർ ബാങ്ക് ജോലിക്കാരുള്ളവരുണ്ട്. അവർ പറയും, എത്രയോ ആളുകൾ കൊണ്ടുവന്ന് പണം വാരിയിടുന്നെന്ന് അതിന് അവകാശി പോലുമില്ല. ജീവിച്ചിരിക്കാൻ നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് നമ്മൾ അവനെപ്പറ്റി പുകഴ്ത്തിയിട്ട് ഒരർത്ഥമില്ല. ഞാൻ ആ കാര്യത്തിൽ ചേരുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഒരാൾക്ക് വയ്യ, ഒരാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, കണ്ടെത്തി അവർക്ക് കൊടുക്കണം. ഇപ്പം എന്താണ്ട് കഴിഞ്ഞ ദിവസം ഈ ഭിന്നശേഷി പിള്ളേരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്, ഇന്ന് വരെയും കയറിയിട്ടില്ല. അപ്പോൾ അതിൽ കയറിയപ്പം എന്തെങ്കിലും പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയൂന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാനല്ല പറഞ്ഞത്, എൻ്റെ ക്രിസ്ത്യമോൻ അത് ഓൺ ചെയ്തിട്ട് പറഞ്ഞ്, അങ്കിളെ എൻ്റെ പേര് ക്രിസ്ത്യൻകിരനാ, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു 2 വാക്ക് അങ്കിളിനോട് പറയണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു. പറഞ്ഞു, ഇല്ല പറയും ആൻറ്റിക്ക് എന്തുവാ പറയാനുള്ളത്, എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നത്, അതിന് കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും പറയും. ഞാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയല്ലോ, അനേക ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ വീട് സന്ദർശിക്കാനോ നിങ്ങൾ എന്തിനും പോവുകയോ വരികയോ ചെയ്യും. നിങ്ങൾ ഇതിൽ കൂടിയിട്ട് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഖജാൻജി എന്ന് പറയുന്നതല്ലാതെ
ഈ ഭിന്നശേഷിയായി കിടക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഭാരം അനുഭവിക്കുന്നവരുണ്ടെന്നറിയാമോ? ഞാൻ അനേക വീടുകളിൽ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണാലെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സാറുമാരോട് എനിക്ക് പറയാനൊരു കാര്യം, ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളെല്ലാം നിങ്ങളൊന്ന് സന്ദർശിക്കണം. സന്ദർശിച്ച് നിങ്ങൾ രൂപ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 10 രൂപയുടെ ഒരു ചോക്ലേറ്റ് മേടിച്ച് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ ആ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്ര അനുഗ്രഹവും സന്തോഷം. അത് കേട്ടപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. അപ്പം സാറന്മാരവിടെ നിന്നോട്ട് പറഞ്ഞു, ക്രിസ്ത്യൻ്റെ എന്തൊരു ചിരിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്ത്യന് ചിരിയാ, ക്രിസ്ത്യൻ എന്ത് കേട്ടാലും ചിരിയാ. ഈ ചിരി വരെ കൊടുത്തത് കർത്താവാ, അല്ല ഞങ്ങൾ കൊടുത്തതല്ല. ഈ ചാനലിൽ കൂടെ തന്നെ അവൻ്റെ മുഖം കാണുന്നുണ്ടല്ലോ, ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ, അവൻ്റെ ഈ കൈ ആ വീഴ്ചയിൽ വന്ന് ഇപ്പം ഈ കൈക്കൊരു സ്വാധീനക്കുറവ്. മറ്റേത് നല്ലപോലെ ഇത് പൊക്കുമായിരുന്നു. ഇപ്പം വീണ് എന്ന് വെച്ചാൽ ചർച്ചിൻ്റെ 4 പടി കഴിഞ്ഞാൽ കുഞ്ഞ് ഈ പൊക്കത്തുനിന്ന് വന്ന് താഴെ ചെന്ന് കുഞ്ഞ് വീണത്. വീണ് കിടന്ന ഒരു എണ്ണിക്കുന്നവനാണെങ്കിൽ പെട്ടെന്ന് എണ്ണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓർമ്മ കെട്ടങ്ങ് കിടക്കും. ഈ കുഞ്ഞ് അങ്ങനല്ലേ, കുഞ്ഞ് വളഞ്ഞ് വല്ലാതെ കിടന്നപ്പോഴത്തേക്ക് എൻ്റെ സമനില തെറ്റി ആലയത്തി ഞാൻ നടുക്ക് നിന്നും കൊണ്ട് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ അങ്ങ് എൻ്റെ മോനെ തന്ന് അവനിലൂടെ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞെങ്കിൽ എനിക്ക് ഇന്ന് അവനെ ജീവനോടെ തന്നെ തിരിച്ചു തരണമെന്ന്. എല്ലാവരും വിധി എഴുതി പറഞ്ഞ് ഞങ്ങൾക്ക് കാണണ്ടേ. ഇപ്പം വന്ന പാസ്റ്റർമാമ പറയും, മോളെ എനിക്ക് ഇന്നും അത് ഓർക്കാൻ പറ്റത്തില്ല, ഞാൻ മാറി നിൽക്കും, അത് അവനെ കാണുമ്പോഴേ എൻ്റെ നെഞ്ചിപ്പോഴും ഇടിക്കും. എൻ്റെ കുഞ്ഞ് അങ്ങനായിരുന്നു വീണത്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണോ സകലവും ഊടാടിക്കണ്ട് സഞ്ചരിക്കും. നമുക്ക് മറഞ്ഞു നിന്ന് പലതും പറയാൻ കാണിക്കാം, ഓ ആരും കാണുന്നില്ലെന്ന് നമുക്ക് പറയാം. പക്ഷേ ദൈവമോ സകല ഊടാടിക്കണ്ട് സഞ്ചരിച്ച് കാണുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വിശ്വസ്തയോടെ സാക്ഷിയായി നിന്ന് കഴിഞ്ഞാൽ യേശു കർത്താവ് വലിയവനെന്ന് രുചിച്ചറിയണം. കർത്താവ് ഒരുപാട് സൗഖ്യം കൊടുത്ത ദൈവം. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ നിസ്സാരമെന്ന് എണ്ണുന്നത് കൊണ്ടാണ് നമുക്ക് സൗഖ്യം വരാത്തത്. ഞാനിന്ന് മരുന്ന് എടുക്കുന്നില്ല. എല്ലാവരും പറയാം അമ്മാമ്മയെ പോയി മരുന്ന്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ മരുന്ന് എടുക്കുന്നില്ല, വരുന്നത് പോലെ വരട്ടെ. ഞാൻ എൻ്റെ മൊബൈലിൽ കഴിഞ്ഞ രാത്രിയിലിരുന്ന് ആ എൻ്റെ കാലിൻ്റെ അവസ്ഥകളെല്ലാം ഞാൻ ഫോട്ടോ പിടിച്ചെത്തി. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കാം, അപ്പം നിനക്കൊരു സാക്ഷ്യം വേണമെന്ന്. അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി അതൊന്ന് മൊബൈലിൽ 2-3 ഫോട്ടോ എടുത്ത് മൊബൈലിൽ വെച്ച്. പക്ഷേ ഞാൻ രാവിലെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാത്രി യാമങ്ങളിലാകുമ്പോഴത്തേക്ക് കാലും കയ്യും എല്ലാം ചൊറിഞ്ഞ് ചോര ഇങ്ങനെ ഒഴുകി തുണിക്കകത്തെല്ലാം മുക്കി ഞാൻ കൊണ്ടുവന്ന് വേസ്റ്റ് ബക്കറ്റിലിടും. എൻ്റെ ക്രിസ്ത്യൻ പറയും, കർത്താവേ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ടോ, യേശോപ്പച്ചനെ ക്രൂശിൽ അടിച്ച് ചോര ഒഴുകും പോലെ എൻ്റെ അമ്മ ഇരുന്ന് ചോര തുടയ്ക്കുന്ന കണ്ടോന്ന് ക്രിസ്ത്യാനി എന്ന് പറയും. ചോദിച്ചു നോക്കൂ, എൻ്റെ കുഞ്ഞ് പറയും. അല്പസമയം എൻ്റെ കുഞ്ഞ് പറയും ആ വാക്ക്. മോൻ പറഞ്ഞോട് ആ കാര്യം കേൾക്കുന്നവർക്ക് അവർ കേൾക്കട്ടെ. ഒന്ന് മോൻ പറഞ്ഞോട്, അമ്മ രാത്രി ചെയ്യുന്നതും ഒക്കെ കാര്യങ്ങൾ മോൻ പറഞ്ഞോട്. അതുപോലെ തന്നെ അനുഭവിച്ചതുപോലെ ഉള്ള വേദനയാണ് എൻ്റെ അമ്മ അനുഭവിച്ചിരുന്നത്. അപ്പോൾ ഇത് കാണുന്നത് മനസ്സിൽ അത് തട്ടത്തെന്ന് ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് കൃത്യം. എനിക്ക് ശ്രീജിത്തെന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, പിന്നെ അമ്മാവനുണ്ട്, പപ്പയുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും താഴണം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. മോനെ ഇപ്പം ഈ വീഴ്ച വന്നതിലാണ് ഈ ശബ്ദത്തിന് ഈ ഒരു വിഷയം വന്നത്. മോൻ്റെ ഇതിന് മുമ്പ് മോനെ സംസാരിക്കുമ്പം നല്ല ക്ലിയറായിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ മൊബൈലിലൊക്കെ കിടപ്പുണ്ട്. അവൻ പാട്ട് പാടുന്നതും പിന്നെ കരോക്കൊക്കെ ഇട്ട് നല്ലപോലെ പാട്ട് പാടിയൊക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഈ വീഴ്ച വന്നപ്പോഴത്തേക്ക് ശബ്ദം പെട്ടെന്ന് കിട്ടത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെങ്കിലും ഇത്രയെങ്കിലും അത് ചിലപ്പോൾ നല്ല ശബ്ദം കിട്ടും, ചിലപ്പോൾ അങ്ങ് കുഴയുന്ന കണക്ക് പോലെ ആവും. ഈ ചാനലിൽ കൂടെ ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കേട്ടാലും ശക്തമായി പ്രാർത്ഥിക്കണം, എണ്ണിക്കണം. അവൻ്റെ ശബ്ദം തിരിച്ച് കിട്ടണം. അവൻ വലിയവൻ, ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ നടുവിൽ നിന്ന് യേശു വലിയവനെന്ന് വിളിച്ചു പറയണം. എനിക്ക് ജീവൻ തന്നത് യേശു കർത്താവാണെന്ന് എൻ്റെ മോൻ വിളിച്ച് പറയണം. അതാ എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ എനിക്കിതെല്ലാം തന്നത് എൻ്റെ മോനിലൂടെ ദൈവം തന്നത്. ഞങ്ങൾ ഹൈന്ദവ മതപ്രകാരം തന്നെ ജീവിച്ചെങ്കിൽ
ഞങ്ങൾക്ക് ഇത്രയും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇന്ന് കഴിയത്തില്ല. എൻ്റെ ബന്ധുക്കളെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയും, അമ്മാമ്മ ഇപ്പം അങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ വരുമ്പോഴെല്ലാം നിങ്ങളുടെ അടുത്ത് പറയുമല്ലോ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു വാ. നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, കാരണം നിങ്ങളിന്ന് നിങ്ങളുടേതായ രീതി പെട്ടെന്ന് ആരും കമ്മലും മാലും ഞാൻ പറയുന്നില്ല, കമ്മലോ മാലയോ ഊരി നിങ്ങൾ ബെന്തിക്കോസിലാവണോ ആചാരപ്രകാരമാണ്, ഞാൻ അതല്ല പറയുന്നത്. യേശുവിനെ നിങ്ങൾ കർത്താവായി ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാവ് തുറന്ന് പറഞ്ഞാൽ മതി. കർത്താവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ അതിലേറെ സമാധാനം വേറെ ജീവിതത്തില്ല. ഇന്ന് മനുഷ്യൻ അത് പറയാൻ പറ്റത്തില്ല. ഒന്ന് കുറച്ച് അമ്പലക്കാരും കുറച്ച് പള്ളിക്കാരുമായിട്ട് പോയെന്നും പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനും. ഞാനും പള്ളിയായിട്ട് ഞാൻ പണ്ട് ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ പള്ളികളിലും പോകും. ഞാൻ കൊല്ലത്താ കത്തോലിക്ക പള്ളി, എല്ലാ പള്ളികളിലും ഞാൻ കയറി ഇറങ്ങും. കയ്യട്ടി ഈശോ എന്ന് പറഞ്ഞ പള്ളി, മൂതാക്കര പള്ളി, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പള്ളി, എല്ലാ പള്ളിയിലും കയറി ഇറങ്ങി. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയും, അമ്മക്കില്ല പള്ളി, ഇപ്പോൾ ആ പള്ളി, ഈ പള്ളി, ഈ എഴുവോൺ ഭാഗത്ത്, ഈ അമ്പലത്തുംകാല്, ഈ കുണ്ട്ര പ്രദേശത്ത്. ഇപ്പോൾ കുണ്ട്രയല്ല എനിക്ക് നല്ല പരിചയമാണ്, കാരണം വന്ന് 10-23 വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാം നല്ല പരിചയമുണ്ട്. അങ്ങനെ ആ പള്ളികളിൽ എൻ്റെ സമാധാനം എന്നും പറഞ്ഞ് ഒരുപാട് പള്ളികളിൽ ഞാൻ പോയിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, കുണ്ട്രയേജിന്ന് ദിവദാസന്മാർ വന്ന മുഖാന്തര ഇന്ന് ഈ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ചാനലിൽ വന്ന് മുമ്പിൽ എനിക്ക് നിന്നൊരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം തന്നത്. ഞാനൊരു 4 വരി ഒരു പാട്ട് പാടി. പരിശുദ്ധ ദൈവമേ നമസ്കാരം, ദേവാദിദേവനേ നമസ്കാരം, തിരുനിണത്താലെന്നെ വീണ്ടെടുത്തു, തീരാത്ത സന്തോഷം എനിക്കു തന്നു, തീരാത്ത സന്തോഷം എനിക്കു തന്നു. പരിശുദ്ധ ദൈവമേ നമസ്കാരം, ദേവാദിദേവനേ നമസ്കാരം, തിരുനിണത്താലെന്നെ വീണ്ടെടുത്തു, തീരാത്ത സന്തോഷം എനിക്കു തന്നു, തീരാത്ത സന്തോഷം എനിക്കു തന്നു. പരിശുദ്ധ ദൈവമേ നമസ്കാരം. ഞാൻ ഈ പാട്ട് പാടിയ ഞാൻ പണ്ട് തൊട്ടേ ഭയങ്കര പാട്ടുകാരി, സിനിമ പാട്ടുകാരിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഒരു സിനിമ പാട്ടും എനിക്ക് വരുന്നില്ല. സ്കൂളുകളിൽ മോൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ ടീച്ചർമാർ പറയും, ക്രിസ്ത്യൻകിരൻ്റെ അമ്മ ഒരു സിനിമ പാട്ട് പാടാം. എത്ര ഞാൻ ശ്രമിച്ചാലും എനിക്ക് സിനിമ പാട്ട് വരത്തില്ല. ക്രിസ്ത്യൻ പാട്ട് ഞാൻ എത്ര വേണമെങ്കിലും പാടും. എനിക്ക് ക്രിസ്ത്യൻ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടിൽ കൂടെ ദൈവത്തെ രുചിച്ചറിഞ്ഞത്. കാരണം പാട്ടാണ് എൻ്റെ ഏറ്റവും സ്നേഹത്തോടെ എന്നെ കാരണം ഓരോ പാട്ട് പാടി നമ്മൾ ചുമ്മാ കളയുന്നതാണല്ലേ. ഈ പാട്ടൊക്കെ ഭയങ്കര അർത്ഥം. ഇത് ഫുള്ള് ഞാൻ പാടും. കാരണം എനിക്ക് തൈറോയ്ഡുണ്ട്. ഞാൻ തൈറോയ്ഡിന് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മാമ്മ ഇനി സംസാരം ഈ ബെന്തിക്കോസിലൊക്കെ വരുമ്പോൾ ഭയങ്കര വായും കയ്യടിയും പാട്ടുമൊക്കെ അല്ലയോ, അതുകൊണ്ട് അമ്മാമ്മ ഇനി ശബ്ദം എടുക്കരുത്, ശബ്ദം കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടായി മാറുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും ഞാൻ ദൈവത്തോട് ഞാൻ വലിയ വായിൽ ഇവിടെ നിന്നാലും പാടി, പരിസരക്കാർക്കൊക്കെ അറിയാം ഞാൻ പാടുമ്പോൾ അറിയാം. ഇന്നും താഴെ ജോലിക്കാർ വന്നപ്പോൾ പറഞ്ഞു, അമ്മാമ്മയുടെ പാട്ടും വായൊന്നും കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന് ഇച്ചിരി ഒന്ന് ഞാൻ തവിഞ്ഞ് നിൽക്കി ജോലി തിരക്കില്ലങ്ങ് അത് ശ്രദ്ധ വന്നില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ആലയത്തിൽ ഈ ആലയത്തിൽ ഞാൻ ഒരു ദിവസം കയറി ചെന്നപ്പോൾ എനിക്ക് ശബ്ദമില്ലാതായി മാറി. എല്ലാവരും ചോദിച്ചു, അമ്മാമ്മ എന്താ മിണ്ടാത്തെന്ന്. എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ എനിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന്. പെട്ടെന്ന് എൻ്റെ ശബ്ദം അങ്ങ് മാറി ഞാൻ അറിയാൻ പറ്റുന്നില്ലെന്ന് ഇങ്ങനെ ആദ്യം കാണിക്കൊണ്ട് ആലയത്തിൽ കയറി. അന്ന് ആരാധന സമയത്ത് ഞാൻ വളരെ കരഞ്ഞ് എനിക്ക് കണ്ണുനീര് കൊണ്ട് എനിക്ക് ദൈവദാസനെ പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞമ്മ കോട്ടയത്ത് താമസിക്കുന്ന വിളിച്ച്, എന്തു പറ്റി നിൻ്റെ ശബ്ദത്തിനൊരു വല്ലായ്മ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല വന്നേ, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ആ മക്കൾ ഒരു കാര്യം ചോദിച്ചു, ചൂടുവെള്ളം കുടിക്കണേന്ന് പറഞ്ഞ്
ഫോൺ അങ്ങ് വെച്ച്. മൂന്നാമത്തെ കുഞ്ഞമ്മ വിളിച്ചപ്പോൾ എനിക്ക് ശബ്ദമില്ല. അവരല്ലേലും എന്നെ വിശ്വാസത്തിൽ വന്നപ്പോൾ തൊട്ടേ എന്നെ പയറ്റുന്ന ആളുകളാണ്. എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിലും പോകും, നീ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഇത് പറയാനാണോ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവം തന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഉടനെ ആ കുഞ്ഞമ്മ, കോട്ടയത്തെ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഓമനയുടെ ശബ്ദത്തിന് കുഴപ്പമുണ്ട്, വന്ന വിളിച്ച് ചോദ്യം. ഞാൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ, ഫോൺ വെച്ചതേ ഉള്ളൂ, അവൾക്ക് ശബ്ദത്തിനൊന്നും കുഴപ്പമില്ല, ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങാതെ ദൈവസന്നിധി ഇരുന്ന് നിലവിളിച്ച് ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചവൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പാടി പ്രാർത്ഥിച്ച്, കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വളരെ മണിക്കൂർ അങ്ങനെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാൻ അത് തന്നെ ഉരുവിട്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം ഇപ്പം ഈ ചാനലിൽ പറയുന്നത് ഇടിമുഴക്കം പോലെ. ഇപ്പം എൻ്റെ വീട്ടുകാരെൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പം അതൊക്കെ പറയാൻ നിനക്ക് അറിഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം താഴെയില്ല പിള്ളേരും പറഞ്ഞ കണക്ക് അമ്മാമ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അറിയാമെന്ന് പറയും. എൻ്റെ അമ്മ പറയും എന്തൊരു വായ കാര്യം പറയുമ്പം എൻ്റെ ഹസ്ബൻഡ് പറയും എന്തുവാ നീ ഇങ്ങനെ ഇച്ചിരി പതുക്കെ പറ, എനിക്കറിയത്തില്ല, ശബ്ദം പെട്ടെന്ന് കയറി വരിക. ദൈവസന്നിധി നമ്മൾ അതാണ് നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ അവൻ സാധിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ പറയുമ്പം കർത്താവ് നമുക്ക് ഏഴിരട്ടി. അതുപോലെ എൻ്റെ കാലെടുത്ത് എനിക്ക് ആലയത്തിലോട്ട് കയറി ഞാൻ ഈ മുട്ടുമടക്കി, എൻ്റെ ഈ മുട്ടി രണ്ടും വട്ടത്തിൽ ഇങ്ങനെ തഴമ്പ് വന്നിപ്പം ഇല്ല, അലർജി രോഗം വന്ന് മുട്ടിലും ബാധിച്ചിരിക്കുക. കാല് കാണുമ്പോൾ അറിയാം, അതായത് കാലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്ര അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ മുട്ട് എന്നാലും ഞാൻ മുട്ട് മടക്കിയേ ഇരുന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. ദർശനം വേണ്ടി ആ പരപരത്തതി ചെന്ന് മുട്ട് മടക്കിയാണ് ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കാലെടുത്ത് എനിക്ക് ആലയത്തിൻ്റെ സ്റ്റെപ്പ് കയറാൻ വയ്യാതെ ഒരു ദിവസം എനിക്ക് അങ്ങനെ വന്ന്. പിന്നെ ഞാൻ എന്താ കർത്താവേ ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ചോദിച്ച് ഓമന ഇന്ന് വന്നിട്ട് കസേര ഇരിക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ ചെന്ന് മുട്ടുമടക്കിയായിരിക്കുന്നത്. എല്ലാവരും തിരിഞ്ഞ് എന്നെ നോക്കി. അപ്പം ഞാൻ കാലിന് വയ്യാന്ന് പറഞ്ഞു. അന്നും ഇതുപോലെ പ്രാർത്ഥിച്ചപ്പം എനിക്ക് വചനം തന്നിട്ട് പറഞ്ഞ് അസ്ഥിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നെങ്കിൽ നിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം എഹെസ്കേലിനോട് പറഞ്ഞ് ഈ യഹോവയുടെ വചനം പറയാൻ പറഞ്ഞു, അസ്ഥികൾ ജീവിക്കാൻ. അപ്പം യഹോവയുടെ വചനം കേൾപ്പിൻ, അസ്ഥിയോട് ചേർന്നതുപോലെ ആ വചനം എൻ്റെ കാലിന് ക്രിയ ചെയ്തു. അവിടെ എനിക്ക് അത്ഭുതകരമായി. ഇനി എൻ്റെ മോൻ ഇത്രയും സൗഖ്യം തന്ന ദൈവം ഇനിയും തരും, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ്റെ കാലിന് കൈക്ക് ഇതിനെയും കാട്ടി സൂക്ഷിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കാണുന്നു. 30 വയസ്സ്, 35 വയസ്സ്, 24 വയസ്സ്. എൻ്റെ താഴെ ഒരുപാട് പള്ളിയിൽ പോകുന്നവരുണ്ട്, മുസ്ലിം കുഞ്ഞുങ്ങളുണ്ട്, ഹൈന്ദവ മതത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കാണുന്നു ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളുണ്ടെന്ന് ക്രിസ്ത്യൻ്റെ ടീച്ചർ പഠിപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പറയും ആ വീടും സ്ഥലവും ഒന്ന് പറഞ്ഞാൽ. അപ്പം അവർ പറയും ഓ ക്രിസ്ത്യൻ്റെ അമ്മയ്ക്ക് പോകാനായിരിക്കും. ഞാൻ പറഞ്ഞാൽ അതെ, എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ കിടക്കുന്നിടത്ത് ഉടനെ ഞാൻ പോകും. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഈ ചാനലിന് മുമ്പിൽ പറയാനുണ്ട്, എൻ്റെ ക്രിസ്ത്യൻ കിരൺ മുഖാന്തരായി ഇന്ന് ഈ ചാനൽ എനിക്ക് ഇങ്ങനൊരു സാക്ഷ്യം പറയാം. ഞാനിത് ആഗ്രഹിച്ചതാണ്, കർത്താവെ ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയാൻ. ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറയും ചാനലൊക്കെ ഒരു സാക്ഷ്യം നമുക്ക് ഇട്ടൂടെ മോനെ എന്ന് പറയും. അതൊക്കെ അമ്മക്ക് വേണ്ട അമ്മ, അതൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറയും. പക്ഷേ ദൈവം ഇന്ന് ഈ 2 ദേവദാസന്മാരെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത് എൻ്റെ ക്രിസ്ത്യൻ കിരൺ മുഖാന്തരം, ദൈവസന്നിധി യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് മുഖാന്തരം, ക്രിസ്ത്യൻ കിരൺ മുഖാന്തരം യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. ആ യേശു ക്രിസ്തു മുഖാന്തരം ദൈവദാസന്മാരെ അറിഞ്ഞു. ആ ദൈവദാസന്മാർ മുഖാന്തരം ഞങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുക. ഇന്ന് ഈ ചാനൽ നമുക്ക് വഴിയൊരുക്കിയതിന് ഈ ചാനൽ അനേകർക്ക് ഒരു അനുഗ്രഹവും ആത്മീയ വർധനയ്ക്കും സഹായത്തിനും അവർക്ക് ഒരു കൈത്താങ്ങിനുമായി മാറും. വെറുതെ കണ്ട് കാഴ്ചക്കാരെ കണക്കോ ഒരു പടം പിടിച്ചിട്ടൊരു സീരിയൽ പോയായി കാണുന്ന കണക്കല്ല ഇത് ആത്മീയ കാര്യങ്ങളും ദൈവം നടത്തുന്ന കാര്യങ്ങളാണ് നമ്മളെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ കടന്നു വന്ന ഈ ചാനലിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ദൈവദാസന്മാർ ഈ ചാനലിൽ കൂടെ ഇനിയും ദൈവം ഒരുക്കട്ട് ഞങ്ങളെ കുടുംബമായി ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ചാനൽ കാണുന്ന എല്ലാവരും, എൻ്റെ മോന് ഭാരിച്ച ആവശ്യങ്ങളേറെയുണ്ട്, തടവേണ്ടതായ കാര്യങ്ങളുണ്ട്, കൈയുടെ അവസ്ഥയുണ്ട്. ഇതിപ്പം ഈ പലക വെച്ച് കെട്ടിയാണ്, ഒരു സപ്പോർട്ടില്ലാതിരിക്കുക.
എന്നിട്ട് വന്ന ദേവദാസന്മാർ പറഞ്ഞ് ഇത് ബെൽറ്റൊന്നും ഇല്ല, പെട്ടെന്ന് മുമ്പോട്ടായം വന്നാൽ വീഴാൻ സാധ്യതയാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മുമ്പ് കുഞ്ഞിനെ പ്രസവിച്ച് 6 മാസം തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ മോന് ഈ അസുഖം. അപ്പോൾ അന്ന് തൊട്ടുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ബാധ്യത കിടപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഭാരിച്ച വേദനയുടെ മുമ്പിലെങ്കിലും ദൈവം ഞങ്ങളെ നടത്തും എനിക്ക് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്ന് അനേകരെൻ്റെ സാക്ഷ്യം കേട്ടല്ലോ എന്ന്. എനിക്ക് കടമൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം ദൈവം നടത്തിക്കൊള്ളും. അവങ്ങൾ നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കത്തില്ല. അതുകൊണ്ട് രാവിലെ നിൻ്റെ ദയക്ക് തക്കവണ്ണം ഞങ്ങളോട് കൃപയുണ്ടാകണമേ. അങ്ങനെ വചനങ്ങൾ ഓടിയെത്തും. ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവയുടെ വഴി നിൽക്കാതെ ഇതെല്ലാം ദൈവം പഠിക്കുക. പിന്നെ മനുഷ്യൻ തിരിഞ്ഞ് പല വഴിക്ക് നടക്കുക. അതുകൊണ്ട് ഇന്ന് ചാനലിൻ്റെ മുമ്പിൽ എനിക്കും എൻ്റെ ക്രിസ്ത്യമോനും ഒരു സാക്ഷിയായി നിൽക്കുക. ദൈവം ഒരിക്കൽ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണുകയും സാക്ഷിയായി നിൽക്കുവാനും സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും നമ്മളെ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ എൻ്റെ സാക്ഷ്യം എന്ന് നടത്തുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.